സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:6-9. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 6 മുതൽ 9 വരെ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടിയത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടിട്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പറഞ്ഞേ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടിയത്. ഇന്ന് പകൽ 2024 ഡിസംബർ മാസം അവസാന ഞായറാഴ്ച, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച നാം കേൾക്കുന്ന ഈ വിഷയത്തിൻ്റെ ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ടതാണ് വിത്ത് താങ്ക്സ് ഗിവിങ്. നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നന്ദിയുള്ള ഹൃദയം അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സഭയ്ക്കകത്ത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ മാത്രമല്ല, ഈവൻ സമൂഹത്തിൽ പോലും നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഒരു സ്വഭാവം, സ്തോത്രം, അതൊരു നല്ല കാര്യമാണ്. സൽസ്വഭാവികൾ അവരൊരിക്കലും സ്തോത്രം അതേ നന്ദി ഇല്ലാത്തവരല്ല, പകരം ദൈവകൃപയാൽ നന്ദിയുള്ളവരായിരിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം എല്ലാറ്റിനും കർത്താവിൻ്റെ സന്നിധിയിൽ. 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും കർത്താവിൻ്റെ സന്നിധിയിൽ നാം നന്ദി ഉള്ളവർ ആയിരിക്കണമെന്ന് പൗലോസ് സ്തോത്രം സഭയോട് ആജ്ഞാപിക്കുകയാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഇൻ എവരിത്തിങ് ഗിവ് താങ്ക്സ്. മീനിങ് സ്തോത്രം അതെ വെറുതെ ഇരിക്കരുത്. എപ്പോഴാണോ ദൈവിക നന്മകൾ നിങ്ങൾ ഓർക്കുന്നത്, ദൈവം നിങ്ങൾക്കായി ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, ദൈവം നിങ്ങൾക്കായി കരുതിയതായ കരുതലുകൾ, അതനുഭവിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? കമോൺ. അങ്ങനെയുള്ളവർ ഒരിക്കലും ചുമ്മാതിരിക്കണമെന്നല്ല ബൈബിൾ പറയുന്നത്. പകരം ദൈവത്തിന് ഗിവ് താങ്ക്സ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. സ്തോത്രം എന്ന് പറയുന്ന ഒരു ബഹളം മാത്രമല്ല. Let me repeat one more time. സ്തോത്രം എന്ന് പറയുന്നത്, നന്ദി പറച്ചിൽ എന്ന് പറയുന്നത് ബഹളം മാത്രമല്ല. ദൈവം നിങ്ങളുടെ അധരമല്ല നോക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയം നോക്കുമ്പോൾ the attitude of gratitude, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധികൾ നന്ദിയുള്ളതായിരിക്കട്ടെ. ഇതൊരു സജഷൻ അല്ല, ഇതൊരു നിർദ്ദേശമായിട്ടല്ല പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയുടെ അപ്പോസ്തലനോട് പറയുന്നത്. rather than it's a command, അതൊരു കൽപ്പനയാണ്. സ്തോത്രം, ദൈവത്തിന് നന്ദി പറഞ്ഞ് തന്നെ ആകണം. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പൻ തൻ്റെ മക്കളെ കൈപിടിച്ച് നടത്തിയതുപോലെ ദൈവം ആരെയൊക്കെയോ വഴി നടത്തി. Let me repeat. വിവിധ അനുഭവങ്ങളിലാണ് ഈ അവസാനത്തെ ഞായറാഴ്ച വിവിധ അനുഭവങ്ങളിലാണ് ദൈവം ഈ ഞായറാഴ്ച നമ്മളെ കൊണ്ടുവന്നത്. വിവിധ അനുഭവങ്ങളിൽ. രമേശൻ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിലായിരുന്നു അല്ലേ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായ? ഏത് മാസം? ജനുവരി മാസം. കം. Thank you Jesus. Thank you Jesus. Thank you Jesus. Holy Spirit, do it.
ടേക്ക് ദാറ്റ് മൈക്ക്. സ്തോത്രം. പറ. ജനുവരി മാസം ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ സമ്മാനമായിരുന്നു. ജനുവരി മാസം 1-ാം തീയതി. എപ്പോ? early morning 1 o'clock. വാച്ച് നൈറ്റ് സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ക്ഷീണം കാരണം 31st തൊട്ട് ആ പെയിൻ ഉണ്ടായിരുന്നു. ഓക്കെ. ദെൻ ഫസ്റ്റിനായിരുന്നു, ഏർലി മോർണിംഗിലായിരുന്നു ആ അറ്റാക്ക് സീരിയസ് ആയത്. ഓക്കെ. എന്നിട്ട് 9 o'clock ഹോസ്പിറ്റലിൽ പോകുന്നു. 9 മണി കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം കാരിത്താസ്. ഡോക്ടർ പറഞ്ഞു മിറക്കിൾ, ജീവിച്ചിരിക്കുന്നത്. കൈയടിക്കാതിരിക്കുന്ന എല്ലാവർക്കും വീട്ടിൽ പോകാം. ബ്ലോക്ക് ഉണ്ടായിരുന്നു. എത്ര? രണ്ട് ബ്ലോക്ക്. 2 ബ്ലോക്ക്. സ്റ്റെൻഡ് ഇട്ടു. സെക്കൻഡ് അറ്റാക്ക്. രണ്ടാമത്തെ. ആദ്യത്തെ അറ്റാക്ക് എപ്പോഴാണ് വന്നത്? 2016. സോ അത് കഴിഞ്ഞിട്ട് 8-ാമത്തെ വർഷം. അതെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മനുഷ്യൻ ദൈവരാജ്യത്തിൻ്റെ ഒരു സമ്പത്താണ്. നമ്മൾ ശുശ്രൂഷയല്ല സ്നേഹിക്കുന്നത്, നമ്മൾ ശുശ്രൂഷകനെയാണ് സ്നേഹിക്കുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. വിവിധ അനുഭവങ്ങൾ ഈ വർഷം ദൈവം നമ്മെ കൊണ്ടുവന്നു. ആരോ പറയും, അപ്പൻ തൻ്റെ മകനെ കൈപിടിച്ചു കൊണ്ടുവന്നതുപോലെ എന്നെ കൊണ്ടുവന്നു. മകൻ അപ്പനെ പിടിച്ചതല്ല, അപ്പൻ മകനെ പിടിച്ചതാണ്. ഈ മരുഭൂമിയിൽ നീ വഴുതാതെ തളരാതെ നിൽക്കുവാൻ ആണി പഴുതുള്ള കരത്തിൽ അവൻ നിന്നെ പിടിച്ച് ഈ അവസാന ഞായറാഴ്ച കൊണ്ടുവന്നു. അനേകർ പറയുന്നു, ഇടയൻ ആടിനെ നടത്തുന്നത് പോലെ എന്നെ കൊണ്ടുവന്നു. യെശയ്യാവ് പറയാണ്, തള്ളയാടുകളെ, കമാൺ ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? തള്ളയാടുകളെ പതിയെ നടത്തി. കമാൺ. നടക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ കുഞ്ഞാടുകളെ ചുമലിൽ വഹിച്ചു. തള്ളയാടുകളെ പതിയെ നടത്തി. നിനക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ, സാഹചര്യം വന്നപ്പോ, നല്ല ഇടയൻ തൻ്റെ ചുമലിൽ നിന്നെ വഹിച്ചു. ഹല്ലേലൂയ. പട്ടുപോയില്ല, തകർന്നു പോയില്ല. വേറെ ചില പ്രായം സ്തോത്രം. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞിനെ പറപ്പിക്കുന്നത് പോലെ ഇന്നലകളിൽ എവിടെയൊക്കെയോ ഷേക്കിംഗ് ഉണ്ടായി. ഇന്നലകളിൽ കൂടുകൾ തകർന്നുവെങ്കിലും ഞാൻ നിലം പരിചായില്ല, ഞാൻ നിലത്ത് വീണ് ചിതറിപ്പോയില്ല. ഉയരങ്ങളിൽ ഞാനതാ പറക്കുകയാണ്. ഞാൻ നിലം പരിചാകുമെന്ന് കണ്ടു നിന്ന് ഒത്തിരി പേർ വിചാരിച്ചു. പക്ഷേ ശാശ്വത ഭുജത്ത്, ശാശ്വത ഭുജത്ത് അവൻ എന്നെ വഹിച്ചു. വഹിക്കേണ്ട ഇടങ്ങളിൽ ദൈവം തന്നെ വഹിച്ചു. നിർത്തേണ്ട ഇടങ്ങളിൽ ദൈവം തന്നെ നിർത്തും. പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ ദൈവം തന്നെ പാലിച്ചു. നടത്തേണ്ട ഇടങ്ങളിൽ ദൈവം നമ്മെ നടത്തി. സ്ഥിരം പറയുന്ന സെൻറ്റൻസ് വീണ്ടും പറയട്ടെ, ചേർന്ന് പറഞ്ഞാട്ടെ. നമ്മൾ വന്നതല്ല, പിന്നെ കൊണ്ടുവന്നതാണ്. ഒരിക്കൽ കൂടെ, നമ്മൾ വന്നതല്ല. ക്രൈസ്റ്റ് സെൻ്റർ നന്ദിയുണ്ടോ? നിനക്ക് നന്ദിയുണ്ടോ ദൈവത്തിൻ്റെ മുൻപിൽ? കമാൺ, നന്ദിയുണ്ടോ? നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നു. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തി. നീ ആയതല്ല, ദൈവം നിന്നെ ആക്കി. അനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ.
യേശുവുള്ള ഒരു ദൈവപൈതലിന്റെ അടിസ്ഥാന ലക്ഷണമാണ് നന്ദിയുള്ള ഹൃദയം. യഥാർത്ഥ മാനസാന്തരപ്പെട്ടവനെ വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ ദൈവത്തെ സ്തുതിച്ചിട്ടിരിക്കും. ബ്രദർ, എല്ലാം അനുകൂലമാകട്ടെ, എല്ലാം അനുകൂലമായി, എല്ലാം ശാന്തമായി, എല്ലാം ഫേവറബിൾ ആയിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാം എന്നല്ല ബൈബിൾ പറയുന്നത്. എല്ലാം പ്രതിസന്ധിയായിരിക്കുമ്പോൾ, സന്തോഷിപ്പാൻ ഒരു കാര്യം പോലും ഇല്ലാതിരിക്കുമ്പോൾ അവിടെയും ഭക്തന്മാർ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ സാഹചര്യം മാറി. കേക്ക് കേക്ക് സ്തോത്രം. അനുകൂലമാണ് എന്ന് പറയാൻ ഒരു സാഹചര്യം പോലും ഇല്ലാതിരുന്നപ്പോൾ പൗലോസും ശീലാസും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പകലല്ല അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചു. അവർ വസ്ത്രം അഴിച്ചു മാറ്റിയിരിക്കുന്നു. മീനിങ് പരിഹാസപാത്രമായി തീർന്നിരിക്കുക. അവരെ അടിച്ച് മുറിവേറ്റിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. രക്തമൊഴുകുന്നുണ്ട്. കയ്യും കാലും ചങ്ങലയിലാണ്. ഒരിക്കൽ കൂടെ അടിച്ചിരിക്കുന്നു, മുറിവേൽപ്പിച്ചിരിക്കുന്നു. അടികൊണ്ടിരിക്കുന്നു ലൈഫിൽ. സ്തോത്രം. മുറിവേറ്റിരിക്കുന്നു, പരിഹാസത്തിന് പാത്രമായിരിക്കുന്നു. കയ്യും കാലും ചങ്ങലയിലാണോ? ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിലാണോ ആയിരിക്കുന്നത്? ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. റോങ് ക്രൗഡ്. സ്തോത്രം. അതേ, ആടികൊണ്ടിരിക്കുന്നു, ആഘാതങ്ങൾ ഏറ്റിരിക്കുന്നു, മുറിവേറ്റിരിക്കുന്നു. സ്തോത്രം. അതെ, പ്രതിസന്ധിയിൽ ചങ്ങലയിലാണോ, കയ്യും കാലും എന്ന പോലെ ആയിരിക്കുന്നത്? ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിലാണോ ആയിരിക്കുന്നത്? ലെറ്റ് ദ മിഡ്നൈറ്റ് സോങ്, അർദ്ധരാത്രിയിലെ പാട്ട് ഇന്ന് പകൽ പുറത്തു വരട്ടെ. ഞാൻ പറയട്ടെ, അങ്ങനെ സാഹചര്യം നോക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയും കുടുംബവുമാണെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് 100% ഒരു വ്യത്യാസം നിന്റെ സാഹചര്യത്തിന് കർത്താവ് തന്നിരിക്കും. ചുറ്റുപാടുകൾ നോക്കാതെ, സാഹചര്യം നോക്കാതെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സാഹചര്യത്തെ മാറ്റുമെന്നവൻ, സ്തോത്രം, അതെ, നിനക്കായി ചലിക്കുക തന്നെ ചെയ്യും. നീ എത്രത്തോളം ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ്, എത്രത്തോളം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ആ സ്തുതി ഉയരുന്ന വീടിന്റെ സ്ഥിതി മാറും. ആ സ്തുതി ഉയരുന്ന വ്യക്തിയുടെ അവസ്ഥ മാറും. നിങ്ങൾക്കറിയാം ആ സൺഡേ സ്കൂൾ സ്റ്റോറി. ജയിൽ പൊളിഞ്ഞു, പൗലോസും ശീലാസും കേടില്ലാതെ പുറത്തു വന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഈ ആഴ്ചകൾക്ക് പൗലോസും ശീലാസും ജയിലിൽ നിന്ന് പുറത്തു വന്നു. നിങ്ങൾ ആരെ പോലെ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു? ഓ കം ഓൺ. നിങ്ങൾ ആരെ പോലെ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു? ആരോ പറയുന്നു, കഴിഞ്ഞ ആഴ്ച കേട്ട പത്രോസിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പത്രോസിനെ പോലെ പുറത്ത്. നിങ്ങൾ അങ്ങനെ പുറത്തു വന്നോ, നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് ഇഷ്ടം, തിരിഞ്ഞു നോക്കുമ്പോൾ ആ ജയിൽ അവിടെ ഇല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ജയിൽ എവിടെ ഇല്ല എന്ന് പറയുവാൻ തക്കവണ്ണം സ്തുതിച്ചതിൻ്റെ അടിസ്ഥാനം വരെ പൊളിച്ച് കളഞ്ഞ പൗലോസിനെയും ശീലാസിനെയും പോലെ ജനം പുറത്തു വരട്ടെ. ഇനി ആ വെല്ലുവിളി അവിടെ ഇല്ല, ഇനി ആ പ്രശ്നം അവിടെ ഇല്ല. അതിൻ്റെ അവസാനത്തെ വേര് വരെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അറുത്ത് കളയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തെ ദൈവം ഉടച്ചു കളയുകയാണ്. Come on, come on. അതിനായി നന്ദിയുള്ള ഒരു ഹൃദയം ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. നന്ദിയുള്ള ഒരു ഹൃദയം രക്ഷിക്കപ്പെട്ട സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലിന്റെ അടിസ്ഥാന ലക്ഷണമാണ്. ആരാധിക്കുന്നവൻ എന്ത് കിട്ടും എന്ന് പറയുന്ന സ്വാർത്ഥനല്ല. ആരാധിക്കുന്നവൻ എടുക്കുന്നവനല്ല.
ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവനാണ്. എടുക്കുന്നതല്ല ആരാധന. കച്ചവടമല്ല ക്രിസ്തീയ ജീവിതം. ബിസിനസ് മെന്റാലിറ്റി അല്ല. സ്തോത്രം. യേശു കർത്താവ് പഠിപ്പിച്ചത് ഇറ്റ്സ് എ റോങ് ഡോക്ട്രിൻ. അത് ഭയങ്കര തെറ്റ്. അർത്ഥം ആത്മീയൻ എന്ത് കിട്ടുമെന്ന് പറയുന്ന സ്വാർത്ഥനല്ല. സോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്ത് കിട്ടും, പ്രാപിക്കാൻ വന്നിരിക്കുന്നു. സ്വാർത്ഥന്മാർ ദൈവത്തിന് നന്ദി പറയത്തില്ല. ഒരിക്കൽ കൂടെ, സ്വാർത്ഥന്മാർ ദൈവത്തിന് നന്ദി പറയത്തില്ല. എഴുതിയിട്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കുക. താങ്ക്സ് ഗീവിങ്ങിൻ്റെ, നന്ദി പറച്ചിലിൻ്റെ ശത്രുവാണ് സ്വാർത്ഥത. സ്തോത്രം. സ്വാർത്ഥന്മാർ അധരം തുറക്കത്തില്ല. എനിക്ക് തോന്നുന്നു സമൂഹത്തെക്കാൾ ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചർച്ചിലാണ് ഏറ്റവും വലിയ സ്വാർത്ഥം. തങ്ങളെക്കുറിച്ച്, തങ്ങളുടെ കാര്യത്തെക്കുറിച്ച്, തങ്ങളുടെ പദവിയെക്കുറിച്ച്, തങ്ങളുടേതായ നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സെൽഫ് ഓറിയന്റഡ് ആയിരിക്കുന്ന ജനം. നോ, നീ യഥാർത്ഥ ശിഷ്യനെങ്കിൽ, യഥാർത്ഥ ദൈവദാസനെങ്കിൽ, സ്തോത്രം, സെൽഫ് ഓറിയന്റഡ് അല്ല, ക്രൈസ്റ്റ് ഓറിയന്റഡ്. എത്ര വലിയ തീയിലൂടെ വെള്ളത്തിലൂടെ കടന്നു പോയാലും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതല്ല പുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിത്വം. യേശു കാണിച്ച മാതൃക നിന്നെ കുറിച്ച് ചിന്തിച്ച് നിനക്ക് വേണ്ടി ജീവിക്കുന്നതല്ല. ക്രൂശിൽ കിടന്ന് പിടഞ്ഞപ്പോഴും അവൻ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിച്ചത്. എൻ്റെ കംഫർട്ട്, എൻ്റെ നന്മ, എൻ്റെ സ്റ്റാറ്റസ്. നോ 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 നോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ കിടന്ന് പിടയുന്ന സമയത്ത് നോക്കിയാട്ടെ, തലയിൽ വലിയ മുൾക്കിരീടം. ആ മുള്ള് അലർജിക്കാണ്. അത് മനുഷ്യ ശരീരത്തിൽ കൊണ്ടാൽ നന്നായി അത് സ്തോത്രം വിണ്ടു പൊള്ളും, നീര് വച്ച് വീർക്കും. മനോഹരമായ തലയും ആ മുഖവും നീര് വച്ച് വീർത്തിരിക്കുന്നു. ആ തലയോടിൽ സ്തോത്രം ആ മുൾക്കിരീടം വച്ചിട്ട് ഒരു തടി കർഷണമെടുത്ത് അടിച്ചത് നിമിത്തം സ്തോത്രം അതെ മേ ബി തലയോട് പൊട്ടിക്കിട്ട്, അല്ലെങ്കിൽ സ്തോത്രം അതെ തലയോട് പൊട്ടിക്കെന്ന് പറയാം, സോറി, സ്തോത്രം അതെ തലയോടിലൂടെ രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോയിട്ടില്ല. സോ തലയോടി പൊട്ടാൻ ചാൻസ് ഇല്ല. സ്തോത്രം. സെയിം ടൈം രക്തം ഇതാ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. രക്തം പുറത്തേക്ക് ഒഴുകി അവൻ്റെ കണ്ണുകളിലൂടെ ഒഴുകി ആ രക്തം കട്ടിപ്പിടിച്ച് ഇങ്ങനെയായിരിക്കുകയാണ്. കർത്താവിന് ചുറ്റുമുള്ളതിനെ കാണാൻ കഴിയുന്നില്ല. ഓൾറെഡി ജോസഫസ് പറയുന്നു, ചരിത്രം പറയുന്നു, അതാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടത്. ഒരു കണ്ണിന് ടോട്ടലി കാഴ്ച നഷ്ടപ്പെട്ടു. ആ കണ്ണിലൂടെ കുത്തി തുരന്നിട്ടാണ്, ഒരു കണ്ണിനെ കുത്തി തുരന്നാണ് ഒരു സ്തോത്രം മുള്ള് നിന്നത്. ആ മുൾക്കിരീടത്തിലൊരു മുള്ള് നിന്നത്. മറ്റേ കണ്ണം വലിച്ച് തുറന്ന് താൻ നോക്കിയാണ്. കാരണം ആ രക്തം തുടച്ചു മാറ്റാൻ കഴിയത്തില്ല. 2 കൈയും ആണികളിലാണ്. അപ്പോൾ എപ്പോഴോ കണ്ടു തൻ്റെ അമ്മ അവിടെ നിൽക്കുന്ന, തൻ്റെ അമ്മ അവിടെ നിൽക്കുന്ന. ഇത്രയും സക്സസ് ആയ മിനിസ്ട്രി ചെയ്തത്. ഓ, ഞാൻ ദൈവപുത്രൻ, ഞാൻ പ്രാർത്ഥിച്ചു, 40 ദിവസം ഞാൻ ഉപവസിച്ചു, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ, ഞാൻ ആയതുകൊണ്ട് ഞാൻ എന്ന് സ്തോത്രം ആരോ ചിന്തിക്കുന്നത് പോലെ യേശു ചിന്തിച്ചില്ല. പറയുന്ന ഞാനും കേൾക്കുന്ന നീയും ഇത്രത്തോളം എത്താൻ ആരൊക്കെയോ ദൈവം ഉപയോഗിച്ചു. ഓ കമാൺ കമാൺ. ആരൊക്കെയോ ദൈവം ഉപയോഗിച്ചു. യാക്കോബിന്റെ ഗോവേണി പിടിച്ച് നീ അതിന്റെ മുകളിൽ കയറി ഇത്രത്തോളം വരാൻ, ആ ഏണി കൊണ്ടുവരുവാനും ആ ഏണി ചുമട്ടിൽ നിന്ന് പിടിക്കുവാനും ആരൊക്കെയോ ദൈവം ഉപയോഗിച്ചു. ഒരിക്കൽ കൂടെ സ്തോത്രം. ഇല്ലാതെ നീ പറന്ന് കയറിയതല്ല. ആരൊക്കെയോ, ഏതോ കുടുംബങ്ങളെ ദൈവം ഉപയോഗിച്ചു. ഏതോ അങ്കിളിനെ, ഏതോ ആൻറ്റിയെ, ഏതോ സഹോദരന്റെ സഹോദരിയെ ഏലിയാവിന്റെ അടുക്കലേക്ക് കാക്കയെ അയച്ചതുപോലെ ദൈവം ആരൊക്കെയോ ഇത്രത്തോളം എത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പ്രതീക്ഷിച്ച വ്യക്തികൾ തിരിഞ്ഞു നടന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ഓ കമാൺ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ 2024? ഹലോ,
പ്രതീക്ഷിച്ച വാതിലുകൾ അടഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിനക്കായി തുറന്നു. യേശുവിനറിയാം ഞാൻ എത്രത്തോളം വരുവാൻ ചാനലായി ഉപയോഗിച്ചതാണ് എൻ്റെ അമ്മ. നന്ദിയുള്ള ഹൃദയം യേശുവിനുണ്ടായിരുന്നു. എന്തോ ഹൃദയമുണ്ടായിരുന്നു? അയ്യോ, അത് പറഞ്ഞത് തന്നെ നന്ദിയില്ലാതെയാണ്. ഒരിക്കൽ കൂടെ, നന്ദിയുള്ള ഒരു ഹൃദയം. എന്തോ ഹൃദയം യേശുവിനുണ്ടായിരുന്നത് കൊണ്ട് യേശു അമ്മയെ നോക്കി ആ വേദനയിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. അർത്ഥം, സ്തോത്രം. അതെ, നന്ദിയുള്ള ഒരു ഹൃദയം ഏത് വേദനയിലും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സുഖം മാത്രം നോക്കാതെ, നമ്മുടെ സെൽഫിൽ മാത്രം ഒതുങ്ങാതെ നന്ദിയുള്ള ഒരു ഹൃദയം ദൈവകൃപയാൽ നമുക്കുണ്ടാകട്ടെ. ഈ വർഷം നീ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിച്ചില്ല. നിന്റെ പേഴ്സ് ഒഴിഞ്ഞതാണെങ്കിലും 3 നേരം ആഹാരം എങ്ങനെ നിന്റെ മുൻപിൽ വന്നു എന്ന് നിനക്കറിയത്തില്ല. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, എന്റെ മുൻപിൽ ഇരിക്കുന്ന ചില വിശ്വാസികളെ നോക്കുവിൻ. അവർ വിതച്ചതല്ല, അവർ കൊയ്തതല്ല, അവർ കളപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചതല്ല. സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നിനക്കായി ഒരുക്കിയ ദൈവിക കരുതലുകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങൾ എനിക്കറിയാം, വരുമാനമില്ല, വർഷങ്ങളായി ജോലിയില്ല, വരുമാനമില്ല. പക്ഷെ വരുന്ന പത്രാസ് നോക്കിയാൽ യവനം ഇൻഫോസിസിൻ്റെ എക്സിക്യൂട്ടീവ് എന്നതുപോലെ ധരിപ്പാൻ വസ്ത്രം കൊടുത്ത്, കഴിപ്പാൻ ആഹാരം കൊടുത്ത്, നാട്ടുകാരൻ ബന്ധുക്കളും ചോദിക്കും, അവൻ എന്തോ കുഴപ്പം? കണ്ടിട്ട് ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ പേരാണ് കൃപ. യെസ് യെസ് അതിൻ്റെ പേരാണ് കൃപ. കൃപ തന്ന ദൈവം നിന്നെ പൊതിയുമ്പോ നിന്റെ കുറവ് ലോകം കാണുവാൻ ദൈവം സമ്മതിക്കയില്ല. ഇന്ന് പകൽക്കാലം നിന്റെ കുറവുകളെ ഒരുവൻ അറിയുന്നുണ്ട്. അത് അടുത്തിരുന്ന് കൈയടിക്കുന്നവരല്ല, ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ല, അയൽവാസിയല്ല, ബ്ലഡ് റിലേറ്റീവ് അല്ല. നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം നിന്റെ കുറവുകളെ അവൻ അറിയുന്നു. എന്നാൽ ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആ കുറവിനെ കണ്ടേച്ചു പോകുന്നവനല്ല. നീ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, പക്ഷെ വിശ്വാസത്തിന്റെ കുഴികളെടുക്ക്. തുറന്നുള്ള നാളുകളിൽ നിന്റെ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. അതുകൊണ്ട് നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തിൻ്റെ കൃപയാൽ ജനത്തിന് ഉണ്ടാകുമാറാകട്ടെ. സ്തോത്രം. ഇല്ലാത്തതിന് നോക്കി, അയ്യോ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, എൻ്റെ പപ്പ എന്നെ നല്ല സ്കൂളിൽ വീട്ടില്ല, എൻ്റെ അമ്മ ക്ലിയോപാട്രയെ പോലെ സൗന്ദര്യമില്ലാത്തവളായിപ്പോയി, എൻ്റെ വീട് ബക്കിംഗ്ഹാം പാലസ് അല്ലാതെയായിപ്പോയി, ഒരു സാധാ വീട്ടിലാണ് ജനിച്ചത്, കൊട്ടാരത്തിലല്ല ഞാൻ ജനിച്ചത്. വല്ലായ്മകളെ നോക്കി കുറ്റം പറയുന്ന നിർത്ത്, ഇല്ലായ്മകളെ പഠിക്കുന്ന നിർത്ത്, സാഹചര്യങ്ങളെ ദൂഷിക്കുന്ന നിർത്ത്.
വാനാറ്റമുള്ളതായ നിന്റെ വായിൽ നിന്ന് തിന്മ വരാതെ ദൈവം തന്നതിന് ദൈവം കരുതിയതിന്, ദൈവം നടത്തിയതിന്, ദൈവം തുറന്ന വാതിലുകൾക്ക്, നൽകിയ വരുമാനത്തിന്, നൽകിയ ആരോഗ്യത്തിന് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും. പെട്ടെന്ന് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ചില നോർത്ത് ഇന്ത്യക്കാർ ഓടി വരും കാറിൻ്റെ അടുത്ത് ഗ്ലാസ് കഴുകാൻ, സ്തോത്രം, എന്തോ വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ. ഭിക്ഷക്കാരെ പോലെ ജീവിക്കുന്നവർ നാട്ടിലുണ്ട്. വേറെ സംസ്ഥാനങ്ങളിൽ മറ്റും പോകുമ്പോൾ മരത്തണലിലും പാലത്തിൻ്റെ അടിയിലും കിടന്നുറങ്ങുന്ന ഭിക്ഷക്കാരുണ്ട്. ചെറിയ കുടിലുകളിൽ കിടന്ന് ബുദ്ധിമുട്ടിൽ കിടക്കുന്നവരുണ്ട്. ധാരാളം ദരിദ്രരുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി മരത്തിൻ കീഴിൽ ഉറങ്ങിയിട്ടല്ല വന്നത്. ഹലോ, സ്തോത്രം പറയാൻ പറ്റുമോ? മരത്തിൻ കീഴിലല്ലല്ലോ ഉറങ്ങിയത്, പാലത്തിൻ്റെ കീഴിലല്ലല്ലോ ഉറങ്ങിയത്, ഭിക്ഷക്കാരുടെ ക്ലബിലല്ലല്ലോ ഉറങ്ങിയത്. ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിന്നെ നിർത്തിയല്ല. നിന്നെക്കാളും നല്ല ആഹാരം കഴിച്ചവർ സെമിത്തേരിയിൽ ഉറങ്ങുകയാണ്. നിന്നെക്കാളും ഭയങ്കരമായി ജിംനേഷ്യത്തിൽ എക്സസൈസ് ചെയ്തവർ കുഴഞ്ഞു വീണ് ഹത്തം ഹോകിയ മരിച്ചുപോയി. നീ ഓടിയത് കൊണ്ടോ വെളുപ്പംകാലത്ത് എഴുന്നേറ്റം നടന്നത് കൊണ്ടോ തിന്നത് കൊണ്ടോ കുടിച്ചത് കൊണ്ടോ അല്ല മൂക്കിൽ പഞ്ഞി കയറാതെ ഇരിക്കുന്നത് ജീവനിലുള്ളവരുടെ ദേശത്ത്. ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നിന്നെ സൂക്ഷിച്ചു. നിന്റെ ആഹാരം കൊണ്ടല്ല, നിന്റെ ഡോക്ടറുടെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ മെഡിസിൻ കൊണ്ടല്ല. കാരണം നിന്നെക്കാൾ മെഡിസിൻ കഴിച്ചവർ, സ്തോത്രം, അതേ സെമിത്തേരി പോയി. നിന്നെക്കാൾ ബെസ്റ്റ് ഡോക്ടറെ അതേ കൺസൾട്ട് ചെയ്തവർ എന്നേ അവസാനിച്ചു. നല്ലവന്റെ കൃപയാൽ. കരങ്ങളെ ഉയർത്തി പറഞ്ഞ എന്തോ കാര്യത്താൽ? കർത്താവിന്റെ അവസാനമേരിക്കൽ കൂടെ കർത്താവിന്റെ കൃപയാലായത് കൊണ്ട് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം ഈ സീസണിലല്ല, വർഷത്തിൻ്റെ അവസാനമല്ല, പകരം സ്തോത്രം ലൈഫ് ലോങ് ഉണ്ടാകട്ടെ, ജീവിതകാലം മുഴുവൻ ഉണ്ടാകട്ടെ. അമേരിക്കക്കാർക്ക് ഒരു പ്രത്യേക ദിവസമുണ്ട്, താങ്ക്സ് ഗിവിംഗ് ഡേ. നന്ദി പറയുന്ന ഒരു ദിവസം അമേരിക്കക്കാരുടെ പ്രത്യേകതയാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. ചരിത്രം പറയാൻ നേരെയില്ല, പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിനക്ക് 365 ദിവസവും നിനക്കെല്ലാ ദിവസവും സ്തോത്രം ആരാധിപ്പാൻ ഒരു കാരണമുണ്ട്. നിനക്കെല്ലാ ദിവസവും കൈകൊട്ടി പാടാൻ ഒരു കാരണമുണ്ട്. യെസ്, എല്ലാ ദിവസവും 365 ദിവസവും അവൻ നിനക്ക് നല്ല ദൈവമാണ്. സ്വർഗത്തിന് ഹോളിഡേ ഇല്ല. അവൻ ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന കർത്താവല്ല. അവന്റെ സിംഹാസനം ഒഴിയുന്നില്ല. യേശു രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, ദൈവാതി ദൈവമാണ്. അതുകൊണ്ട് നന്ദിയുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. എവിടെ പോയാലും കൂടെ വരുന്ന ഒരു സാധനമാണ് എൻ്റെ നിഴൽ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എവിടെ പോയാലും എൻ്റെ നിഴൽ എൻ്റെ കൂടെയുണ്ട്. എവിടെ പോയാലും അതേ ഷേപ്പിൽ നിഴൽ എന്നെ പിന്തുടരുകയാണ്. എന്ന പോലെ എവിടെ പോയാലും ജും 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 എന്നല്ല എൻ്റെ ഹൃദയം ഇടിക്കേണ്ടത്. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി
നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. ഒരിക്കൽ കൂടെ യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. വായി തുറന്ന് പാടിക്കേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയിൽ മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയിൽ മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാവരും യേശുവേ, 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 യേശുവേ. കരങ്ങളെ ഉയർത്തി യേശുവേ, യേശുവേ, യേശുവേ. ഒരിക്കൽ കൂടെ യേശുവേ, യേശുവേ. നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. നന്ദിയുള്ള ഒരു ഹൃദയം, അതായിരുന്നു യേശുവിൻ്റെ ഹൃദയം. എങ്ങനെ ജീവിക്കണമെന്ന് യേശു കാണിച്ചു, എങ്ങനെ ശുശ്രൂഷിക്കണമെന്നും യേശു കാണിച്ചു. ഒരിക്കൽ കൂടെ, എങ്ങനെ ജീവിക്കണമെന്ന് യേശു കാണിച്ചു, എങ്ങനെ പ്രസംഗിച്ച് സൗഖ്യമാക്കി വിടുവിച്ച് ഒക്കെ ചെയ്ത് ശുശ്രൂഷിക്കണമെന്നും യേശു കാണിച്ചു. യേശുവാണ് നമ്മുടെ മുൻമാതൃക. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിലേക്ക് ഇന്ന് പകൽ നോക്കുമ്പോഴും മിണ്ടാതിരിക്കുന്ന, മുഖം തിരിച്ച് നടക്കുന്ന ഒരു യേശുവിനെ അല്ല നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. പകരം നന്ദി പറയുന്ന ഒരു യേശുവിനെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നീ പ്രസംഗിക്ക്, ഞങ്ങൾ കേൾക്കാം. നീ പറ, ഞങ്ങൾ നോട്ട് എഴുതാം. നീ പറ, ഞങ്ങൾ ഇത് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും പറയാം. എല്ലാം ചെയ്തോ. പക്ഷേ ആദ്യം നമുക്ക് ദൈവത്തോട്, ദൈവത്തിൻ്റെ മക്കളോട്, ദൈവത്തിൻ്റെ മക്കളോട് ഒരുപാട് നന്ദിയുണ്ട്. ദൈവം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? നിങ്ങളിവിടെ വരാതിരുന്നെങ്കിൽ, ക്രൈസ്റ്റ് സെൻ്ററിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇരുന്നേനെ? ദൈവത്തിനായും ദൈവത്തിൻ്റെ മക്കൾക്കായും. ഇറ്റ്സ് എ റിയാലിറ്റി. രണ്ട് ആംഗിളിൽ നാം നന്ദി പറവാൻ കടമപ്പെട്ടവരാണ്. ദൈവത്തോടും ദൈവത്തിൻ്റെ മക്കളോടും. നന്ദി പറയാതെ ജീവിക്കുന്നവരാണെങ്കിൽ അവർ ക്രൂശിന്റെ ശത്രുക്കളാണ്, അവർ സ്വാർത്ഥരാണ്. They are the enemies of the gospel. ചർച്ചിന്റെ നന്മ അനുഭവിച്ചിട്ട്
ദൈവസഭയെ ദേഷിക്കുന്ന സുവിശേഷത്തിന്റെ ശത്രുക്കളാണ് നന്ദി കെട്ടവർ. എന്നാൽ യേശു കർത്താവ് നന്ദി കെട്ടവനല്ല, പകരം നന്ദിയുള്ളവനാണ്. വേദപുസ്തകം പറയുന്നു 7 സ്ഥലങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു നന്ദി പറഞ്ഞതായി വേദപുസ്തകം പറയുന്ന. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം മുതൽ 7 സ്ഥലങ്ങളിൽ കർത്താവ് നന്ദി പറഞ്ഞെങ്കിൽ നീ ഞാനും നന്ദി പറവാൻ കടപ്പെട്ടവരാണ്, നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിപ്പാൻ കടപ്പെട്ടവരാണ്. മത്തായി 11:25 ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയാണോ അതോ മറ്റൊരുത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? വരുവാനുള്ളവൻ നീയാണോ അതോ മറ്റൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ? ധാരാളം കാര്യം പിന്നത്തേതിൽ കർത്താവ് പറഞ്ഞിട്ട്, വരുവാനുള്ളവൻ നീയാണോ? ഒത്തിരി ജ്ഞാനികൾക്ക് വരുവാനുള്ളവൻ മറഞ്ഞിരിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമാന്മാർക്ക് ആരാണ് മെഷിക എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഒത്തിരി ശാസ്ത്രജ്ഞന്മാർക്ക്, ഉന്നതന്മാർക്ക്, മുതലാളിമാർക്ക്, ധനികന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒക്കെ യേശു കർത്താവ് ആരെന്ന് വെളിപ്പെട്ടിട്ടില്ല. സ്തോത്രം. അവർ പറയുന്നു യേശു മതസ്ഥാപകനാണ്, അല്ലെങ്കിൽ അവരൊരു പ്രവാചകനാണ്, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മഹാനാണ് എന്നൊക്കെയാണ് സ്തോത്രം അവർ പറയുന്നത്. എന്നാൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് കർത്താവ് വെളിപ്പെടുത്തി. ആ വെളിപ്പാടാണ് സ്തോത്രം അർത്ഥം. ആ വെളിപ്പാടാണ് ദൈവകൃപയിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിന്നെ ദൈവ പൈതലാക്കിയതിന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. കർത്താവപ്പാ, ഞാനൊരു ദൈവ പൈതലാകാൻ അവിടുത്തെ ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. കരങ്ങളെ ഉയർത്തിയ വീടല്ല, കാറല്ല, അമേരിക്കൻ വിസയല്ല, കോടികളെ സമ്പാദ്യമല്ല, ദൈവ പൈതലാകാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. നീയും ഞാനും ദൈവ പൈതലല്ലാതിരുന്നെങ്കിൽ എന്നേ ഈ ലോകത്തിൽ നിന്ന് പോയേനെ, എല്ല് പോലും കാണത്തില്ലായിരുന്നു. നീയും ഞാനും തൊലയാതെ നിൽക്കുന്നത്, തകരാതെ നിൽക്കുന്നത് റേഷൻ കാർഡില്, ആധാർ കാർഡില്, പാസ്പോർട്ടിൽ പേരെഴുതിയത് കൊണ്ട് അല്ല, പകരം ജീവന്റെ പുസ്തകത്തിൽ, പിശാചിനും ലോകത്തിനും മായ്ക്കാൻ കഴിയാത്ത ജീവന്റെ പുസ്തകത്തിൽ എന്റെ നിന്റെ പേരെഴുതിയത് കൊണ്ട് നാം ദൈവകൃപയാൽ നിലനിൽക്കുന്നു. രക്ഷിക്കപ്പെട്ടതിൽ സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് രക്ഷിക്കപ്പെട്ടവൻ ഒറ്റയ്ക്കല്ല. അവൻ നന്ദി പറയുമ്പോൾ കർത്താവ് അവനോട് കൂടെയുണ്ട്. സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നു, with the thanksgiving entering in his courts. അവന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്ക്സ് ഗിവിങ്ങോടെയാണ്. രക്ഷിക്കപ്പെട്ട നന്ദി പറയുമ്പോൾ കർത്താവ് നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുകയാണ്. നിന്റെ വിഷയങ്ങളെക്കാൾ വലിയവൻ, നിന്റെ വെല്ലുവിളിയേക്കാൾ വലിയവൻ, നിന്റെ രോഗങ്ങളെക്കാൾ വലിയവൻ, നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ പൊളിഞ്ഞു പോകത്തില്ല. ഈ അടുത്ത കാലത്തൊന്നല്ല, ഒരു കാലത്ത് യേശുവിന്റെ നാമത്തിൽ നീ പൊളിയത്തില്ല. നീ പൊളിയണമായിരുന്നെങ്കിൽ പണ്ട് പൊളിയണമായിരുന്നു. ഇന്ന് നിന്നെ പൊളിക്കുവാൻ ആർക്കും ഒന്നിനും കഴിയത്തില്ല. കാരണം നീ ദൈവ പൈതലായി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. രണ്ടാമത് സിമിലർ വേർഡ് തന്നെ പറഞ്ഞ അതേ വാക്യം തന്നെ പറഞ്ഞ കർത്താവ് വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ലൂക്കോസ് 10-ലാണ്, ലൂക്കോസ് 10:21 യേശു കർത്താവ് നന്ദി പറയുന്നു. ക്രിസ്ത്യാനികൾ നന്ദിയുള്ളവരായിരിക്കും. ലൂക്കോസ് 10:21 ആ നാഴികയിലവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞ് ആനന്ദിച്ചു പറഞ്ഞത് പോരാ, അതിലൊരു ആനന്ദം ഇല്ലല്ലോ. ഒരിക്കൽ കൂടെ ആനന്ദിച്ചു പറഞ്ഞത്, he rejoiced in the spirit and said, സ്തോത്രം പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ.
70 ശിഷ്യന്മാർ കടന്നു വന്ന് യേശുവിനോട് പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമായി. അവിടെ മിഷൻ ഔട്ട്പുട്ട് യേശുവിനോട് പറഞ്ഞപ്പോ സ്തോത്രം, അതെ യേശു കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറയുകയാണ്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഈ സ്തോത്രം ദൈവകൃപ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ലോകം കണ്ട ഏറ്റവും നല്ല ടീച്ചറാണ്. തൻ്റെ ശിഷ്യന്മാർ ദൈവകൃപയിൽ പ്രയോജനപ്പെടുന്നത് കണ്ടപ്പോൾ യേശുവിൻ്റെ BP കൂടിയില്ല. പകരം കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എല്ലാവരും എന്നെ നോക്കിയേ. അങ്ങനെയെങ്കിൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ബ്രദർ സുരേഷ് ബാബുവിനേക്കാൾ നിങ്ങളോ നിങ്ങളുടെ മക്കളോ അവരുടെ തലമുറയിൽ അധികം പ്രയോജനപ്പെടണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയിരിക്കുന്നു. അർത്ഥം, ദൈവം എന്നെ ഉപയോഗിക്കുന്നല്ലോ, അതിനായി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിനെ ദൈവം നിന്നിൽ പകർന്നല്ലോ, അവൻ്റെ കൃപയും വരവും നിനക്ക് നൽകിയല്ലോ. ഒരാളുടെ മേൽ കൈവച്ചോ പ്രാർത്ഥിക്കേണ്ട ജ്ഞാനം ദൈവം നിനക്ക് നൽകിയല്ലോ. വേദപുസ്തകം വായിക്കുമ്പോൾ കംപ്ലീറ്റ് മനസ്സിലായില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നല്ലോ. പ്രാർത്ഥിക്കാൻ കഴിയുന്നല്ലോ, അന്യഭാഷ പറവാൻ കഴിയുന്നല്ലോ, ദർശനങ്ങൾ കണ്ടല്ലോ, സ്വപ്നങ്ങൾ പ്രാപിക്കുന്നല്ലോ, പ്രവചിക്കുന്നല്ലോ. കമാൺ, ദൈവകൃപ ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചേ. ഇത്രത്തോളം നീ എന്നെ ഉപയോഗിച്ചല്ലോ കർത്താവേ, ഇത്രത്തോളം ഉപയോഗിച്ചല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഐ ഗ്യാരണ്ടി യു, യേശുവിൻ്റെ നാമത്തിൽ ചിന്തിപ്പാൻ കഴിയാത്ത അളവിൽ തുടർന്നുള്ള നാളുകൾ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ പോകുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിന് നന്ദി പറ. നമ്പർ 3, മൂന്നാമത്, മത്തായി സുവിശേഷം 15-ാം അധ്യായം 36-ാം വാക്യം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 36-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. സ്തോത്രം. ഇവിടെ ഇതാ വേദപുസ്തകം പറയുന്നു, കർത്താവ് 4000 പേരെ പോഷിപ്പിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം സ്തോത്രം 6-ാം വാക്യത്തിലും ഇതേ ഭാഗം, ഇതേ ഇൻസിഡന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 4000 പേരെ കർത്താവ് പോഷിപ്പിക്കുമ്പോൾ 7 അപ്പം എടുത്ത് മീനും വാഴ്ത്തി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. അയ്യോ, 4000 പേര് ഇരിക്കുക. 4000 പേര് ഇരുന്നപ്പോൾ സ്തോത്രം, എനിക്ക് 7 അപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞ കർത്താവ് വറി ചെയ്യുകയല്ല ചെയ്തത്. ശ്രദ്ധിക്ക്, അടുത്ത പോയിന്റ് എഴുതിയെടുത്ത് കാണാതെ പഠിക്കേണ്ടതാണ്. കർത്താവ് വറി ചെയ്തില്ല. സ്തോത്രം. പൗലോസ് ഇങ്ങനെയാണ് എഴുതിയത്, നമ്മൾ വായിച്ചു തുടങ്ങിയത്. ഒന്നിനെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുക. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ പിതാവിൻ്റെ സന്നിധിയിൽ അറിയിക്കാത്ര വേണ്ടത്. അതിനർത്ഥം വറി ചെയ്യുന്നവൻ, വിചാരപ്പെടുന്നവൻ പ്രാർത്ഥിക്കല്ല, പ്രാർത്ഥിക്കുന്നവൻ വിചാരപ്പെടല്ല. ദാറ്റ്സ് ഓൾ. ആശീർവാദം പറയാം. ബൈ. സ്തോത്രം. അതെ, വിചാരപ്പെടുന്നവൻ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. അയ്യോ, എന്തായി തീരും. വിചാരപ്പെടുന്നവൻ അവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കേട്ടില്ല? വിചാരപ്പെടുന്ന നാളെ എന്താകും, ഭാവി എന്താകും, അടുത്തെന്താകും, നീ നിൽക്കുന്നത് അവിശ്വാസത്തിൽ, അല്പവിശ്വാസത്തിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അതുകൊണ്ട് വിചാരപ്പെടുന്നവൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകൽ സകല ആൻസൈറ്റി, എല്ലാ വിചാരങ്ങൾ, എല്ലാ ആകുലതകളെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി നിനക്കായി കരുതാൻ പോവാ. അത്ഭുതകരമായി ദൈവത്തിൻ്റെ വിടുതൽ നീ കാണാൻ പോവാ. സ്തോത്രം. 7 മീനെടുത്ത്, 7 അപ്പം എടുത്ത്, കുറച്ച് മീനും എടുത്ത് 4000 പേരെ നോക്കി. സ്തോത്രം. യേശു നെടുവേർപ്പെട്ടില്ല, വ്യാകുലപ്പെട്ടില്ല. അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവന് ആവശ്യത്തിലേക്കല്ല നോക്കിയത്, സ്വർഗത്തിലേക്ക് നോക്കി അവൻ വാഴ്ത്തി. ഇന്ന് പകൽക്കാലം സ്തോത്രം, അതെ, മുന്നിലുള്ളതായ ആവശ്യത്തെ നോക്കി വ്യാകുലപ്പെടാതെ യഹോവ ഈരേ, കരുതലിൻ്റെ കർത്താവെങ്കിലേക്ക് നോക്കിയാണ്. ദൈവം നിന്നെ പുലർത്തുക, ദൈവം നിന്നെ അത്ഭുതകരമായി നടത്തുക. സ്തോത്രം. കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. സെയിം തിങ്.
യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായവും 11-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ 6:11 അവിടെ വേദപുസ്തകം പറയുന്നു 5000 പേർ സ്തോത്രം പോഷിപ്പിക്കപ്പെടുകയാണ്. 5000 പേർ. യോഹന്നാൻ 6:11. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടെടുത്തോളം കൊടുത്തു. ആ ചെറുക്കൻ്റെ ലഞ്ച് ബോക്സിലുള്ളതായ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. കർത്താവ് സ്തോത്രം അതേ ജനത്തിൻ്റെ വയറിൻ്റെ അളവെടുക്കാൻ പോയില്ല. ഓ കമാൻ സ്തോത്രം. ഒരു ചെറുക്കൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് ഒരു വർധനവ് ദൈവം പകർന്നെങ്കിൽ ഇന്ന് നിനക്കുള്ളതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ കരുതലിന്റെ കർത്താവിന് കഴിയും. വിശ്വാസ ജീവിതം അത്ഭുതത്തിന്റെ ജീവിതമാണ്. ഈ പട്ടണത്തിൽ നിന്റെ ലൈഫ് ഒരു അത്ഭുതമായിരിക്കും. നിന്റെ അധ്വാനം കൊണ്ടല്ല നീ ജീവിക്കുന്നത്, ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച് നീ ജീവിപ്പാൻ പോകുന്നു. കാരണം സ്തോത്രം ദൈവം നിന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് പട്ടിണിക്കിടാനല്ല. കാരണം വേദപുസ്തകം പറയുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുന്നതിന് മുൻപ് അവൻ ആവശ്യമുള്ളതായ സകലതം 5 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു. നിങ്ങൾ മിണ്ടിയില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. 5 ദിവസം അവൻ ആവശ്യമുള്ളത് സകലത ദൈവം സൃഷ്ടിച്ചിട്ട് 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. 5 ദിവസം കറിവേപ്പില വരെ ഉള്ളത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചിട്ട് 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് നിനക്കുള്ളത് ഓൾറെഡി കർത്താവിൻ്റെ ഭണ്ഡാരശാലയിൽ കരുതി കഴിഞ്ഞു. യെസ് യെസ് യെസ്. നിന്റെ ബ്രേക്ക്ഫാസ്റ്റ്, നിന്റെ ലഞ്ച്, നിന്റെ ഡിന്നർ സ്തോത്രം സകലതും കരുതി കഴിഞ്ഞു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. നിന്റെ മരുമകനെ, നിന്റെ മരുമകളെ ദൈവം കരുതി കഴിഞ്ഞു. ആരോ വന്ന് എന്നോട് ഒരിക്കൽ ചോദിച്ചു, സ്തോത്രം, അയ്യോ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. Come on, Jehovah Jireh, ദാതാവം ദൈവം, in the name of Jesus. സ്തോത്രം. നിന്റെ ആവശ്യം വലുതായിരിക്കാം, പക്ഷേ ദൈവം നിനക്കായി കരുതുന്നവനാണ്. അവൻ കരയുന്ന കാക്ക കുഞ്ഞിന് കാട്ടിലെ മൃഗത്തിനും ബാക്കി പറ ആത്താത്തിന്റെ ആഹാരം, ആത്താത്തിന്റെ ആഹാരം വല്ലതിന്റെ അല്ല, നിനക്കുള്ളത്. അതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഓ 5-ാമത് യോഹന്നാൻ സുവിശേഷം 11:41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 11:41-42 വായിക്കുമ്പോൾ ലാസറിൻ്റെ കല്ലറയ്ക്ക് അരികിൽ നിന്ന് കർത്താവ് നന്ദി പറയുകയാണ്. ലാസറിൻ്റെ കല്ലറയ്ക്ക് അരികിൽ നിന്ന് കർത്താവ് ആ കീബോർഡ് നന്നാ വായിച്ചോ എന്നല്ല പറഞ്ഞത്, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇത് ഒരു കഠിനമായ കേസാണ്. ലാസറല്ലയോ, നാറി ഇരിക്കുകയില്ലയോ, ഇത് കഠിനമായ കേസാണ്. തിരുവനന്തപുരം മലയാളത്തിൽ പറഞ്ഞാൽ പത്രോസിനോട് ആഞ്ഞു തള്ളിക്കോ എന്നല്ല കർത്താവ് പറഞ്ഞത്. സ്തോത്രം. കർത്താവ് ഓപ്പറേറ്റ് ചെയ്തത് ശിഷ്യന്മാരുടെ സ്തോത്രത്തിലും ഫാൻസ് അസോസിയേഷന്റെ കയ്യടിയിലും അല്ല. ചില പ്രാസംഗികന്മാർ പോകുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഫാൻസിനെ കൊണ്ടുവന്നാണ് പറയുന്നത്. അവരെങ്ങനെ സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ട് ആ ഒരു ഹൈപ്പിലാണ് നിന്ന് ശുശ്രൂഷിക്കുന്നത്. യേശു നോക്കുമ്പോൾ 12 ഹൈപ്പല്ല തൻ്റെ കൂടെ നടക്കുന്ന, 12 തലവേദനയാണ് തൻ്റെ കൂടെ നടന്നത്. സ്തോത്രം. എടാ, കീബോർഡ് ഇല്ലാതെ ഇരിക്കുമ്പോൾ, കയ്യടി ഇല്ലാതെ ഇരിക്കുമ്പോൾ അപ്പ കാണിക്കും നീ അഭിഷിക്തനെന്ന്. നിന്റെ അഭിഷേകം ഈ കറുത്ത പെട്ടിയിലല്ല ഇരിക്കേണ്ടത്. ഓ കമാന്. വിഷയം മാറല്ല. ലാസറിന്റെ കല്ലറയ്ക്ക് അരികിൽ നിൽക്കുമ്പോൾ സ്തോത്രം യേശു കർത്താവ് ഈ പ്രകാരമാണ് പറഞ്ഞത്. 41 യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. മാർത്തേ, മറിയം, നിങ്ങളത് കേട്ടോ. അവൻ വരാൻ 4 ദിവസമായെങ്കിലും അവൻ ഓൾറെഡി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
യെസ്. ഈ മൈക്കാരയിലും പിടിച്ചൊന്ന് പ്രസംഗിക്കും. ഞാൻ ഒന്ന് നൃത്തം ചെയ്യട്ടെ. പലതിനും വിടുതൽ വന്നില്ലെങ്കിലും പിതാവിന്റെ വലതു ഭാഗത്ത് ഓൾറെഡി അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന്. യെസ് 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 യെസ്. ഓ, നീ പലപ്പോഴും പറയുകയാണ്, കർത്താവേ അത് ചെയ്യണമേ, അത് തരണമേ, അത് നടത്തണമേ. അപ്പോൾ അത് കേട്ടിട്ട് ദൂതന്മാർ ഒരു പക്ഷേ തല ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഇത് ഓൾറെഡി നമ്മൾ കേട്ടതല്ലയോ, ഇത് ഓൾറെഡി പിതാവിൻ്റെ വലതു ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച സ്തോത്രം അപേക്ഷിച്ചല്ലോ. ഈ മന്ദബുദ്ധി യവൻ ഇപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. പക്ഷേ ഓൾറെഡി 2025 വേണ്ടി ഓൾറെഡി യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. Yes, 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 yes. ലോകം കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനാ നേതാവ്, പ്രയർ ലീഡർ യേശുവാണ്. അവൻ നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിനക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. രണ്ടുപേരെ തൊട്ട് പറ, ഒരാൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. പെട്ടെന്ന് പറഞ്ഞേ. ഒരാൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, ഒരാൾ എൻ്റെ കാര്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, ഒരാൾ എൻ്റെ കാര്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. അപ്പുറത്തെ ഇന്ദിരാഭവനിലല്ല, AKG സെൻറ്ററിലല്ല, അപ്പുറത്തെ നിയമസഭയിലല്ല, അങ്ങ് ദൂരെയുള്ള പാർലമെൻറ്റിലല്ല, അതിനപ്പുറത്തുള്ളതായ UNOയിലല്ല, പകരം പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തൊരു ലോകം കണ്ട ഏറ്റവും വലിയ അഡ്വക്കേറ്റ് എൻ്റെ പേര് പറഞ്ഞ് ഓൾറെഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവൾ എൻ്റെ മോളാണ്, ഓർത്തോളണേ. അവൻ എൻ്റെ മോനാണ്, ഓർത്തോളണേ. ആ കാര്യം ചെയ്യണേ. ആ വീടുണ്ടല്ലോ, ആ വീട് ബഥാനിയയിലെ ആ വീടിനെ കുറിച്ച് പറയട്ടെ. ആ വീടുണ്ടല്ലോ, ഞാൻ പോയി കൂടെ ഞാനും എൻ്റെ കൂർക്കം വലിക്കുന്ന സ്തോത്രം ശിഷ്യന്മാരും കൂടെ അവിടെ പോയി താമസിച്ചതാണ്. ഞങ്ങൾ ആ വീട്ടിൽ ഒത്തിരി ഭക്ഷിച്ചതാണ്. പക്ഷേ ആ വീട്ടിൽ ഇപ്പോൾ ഒരു അത്യാവശ്യമാണ്. എനിക്കാണെങ്കിൽ ആദ്യം പോയി സൗഖ്യമാക്കിയ ഒരു രസമില്ല, ആദ്യം പോയ ഒരു രസമില്ല. പക്ഷേ ആദ്യം കാത്തിരുന്ന അധികം മഹത്വമല്ലയോ. വേറെ ഒരു വീട്ടിലും വേറെ ഒരു വ്യക്തിയിലും വെളിപ്പെട്ടിട്ടില്ലാത്ത വലിയ മഹത്വം എനിക്ക് ആ വീട്ടിന് കൊടുക്കാനുണ്ട്. അതൊരു സ്പെഷ്യൽ കേസാണ്. കമോൺ കമോൺ കമോൺ. ആരൊക്കെയോ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർ സ്പെഷ്യൽ കേസാണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഓൾറെഡി പ്രാർത്ഥിച്ചു. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ പാസ് ഓവർ മീൽ നടക്കുക, പെസഹ ആചരിക്കുകയാണ്. സ്തോത്രം. തെറ്റിപ്പോകല്ല. 4 സുവിശേഷങ്ങൾ അവസാനം ഭാഗം നിങ്ങൾ വായിച്ചു വരുമ്പോൾ കർത്തൃമേശയും പെസഹയും രണ്ടായിട്ടാണ് കർത്താവ് കണ്ടക്ട് ചെയ്തത്. സ്തോത്രം. മറ്റൊരവസരത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ചിന്തിക്കാം. പക്ഷെ പിന്നെ പാനപാത്രം എടുത്ത് ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവൻ. പാസ് ഓവറാണ്. പാസ് ഓവർ മീൽ നടക്കുമ്പോൾ ആ നല്ല പാരമ്പര്യത്തെ ഓർത്ത് കർത്താവ് ദൈവത്തിന് നന്ദി പറഞ്ഞ. ഞാനിങ്ങനെ പറയട്ടെ, 4000 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ്, അന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ വിടുതൽ പ്രാപിച്ചത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ച ഇന്നലത്തെ വിടുതൽ ഓർത്ത് കർത്താവ് ഇന്ന് നന്ദി പറഞ്ഞ. കമോൺ. ഇന്നലകളിൽ അനുഭവിച്ച വിടുതലുകളെ ഓർത്ത് ഇന്ന് ജനം ദൈവത്തിന് നന്ദി പറയട്ടെ. ഇന്നലകളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ക്ഷേമത്തോടെ പുറത്തു വന്നു. ഇന്നലകളിൽ നിന്റെ വീട്ടിൽ കരിങ്കൊടി പൊങ്ങുവാൻ ദൈവം സമ്മതിച്ചില്ല. കമോൺ. നന്ദിയുണ്ടോ? ഇന്നലകളിൽ അണഞ്ഞു പോകാതെ ദൈവം നിന്നെ നിർത്തി. ഇന്നലകളിൽ നിന്റെ മലകളെ അവൻ സമനിലമാക്കി. ഇന്നലകളിൽ നിന്റെ താഴ്വരകൾ അവൻ നികത്തി. ഇന്നലകളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. Then finally ലൂക്കോസ് 22:19 വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശരീരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന തൻ്റെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി.
സ്തോത്രം. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ദാറ്റ് മീൻസ് ഏഴാമതായി ഫൈനലി യേശു കർത്താവ് നന്ദി പറഞ്ഞത്, സ്തോത്രം, ഹി വാസ് താങ്കിങ് ഗോഡ് ഫോർ ദ ക്രോസ്. അവൻ കാൽവരി ക്രൂസിന് വേണ്ടി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളായി നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ക്രൂസ് നിമിത്തമാണ്. കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സ്വർഗത്തിലേക്ക് നീ എത്തിയത് ക്രൂസ് നിമിത്തമാണ്. മനസ്സിലാക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കമാൺ കമാൺ കമാൺ. പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് പകർന്നത് ക്രൂസ് നിമിത്തമാണ്. ഹല്ലേലൂയ. കൃപയിലും കൃപാവരത്തിലും ദൈവം നിന്നെ നിറച്ചത് ക്രൂസ് നിമിത്തമാണ്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. Hallelujah. സോ ഈ ഇൻട്രഡക്ഷനോടെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടിയത്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടിയത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രം, അതെ, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടിയത്. ഒന്നാമതായി ആ ഭാഗം നിങ്ങൾ വായിച്ചു വരുമ്പോൾ 3 ദിശകളിലേക്ക് നോക്കുവാൻ പൗലോസ് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം, അതെ, നന്ദിയുള്ള ഹൃദയമുള്ളവർ 3 ദിശകളിലേക്ക് നോക്കിയാട്ടെ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഒന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കണം. പെട്ടെന്ന് പറഞ്ഞേ, ദൈവത്തിങ്കിലേക്ക് നോക്കണം. നന്ദിയുള്ളവൻ ആദ്യം നോക്കേണ്ടത് ദൈവത്തിലേക്ക് നോക്കണം. നന്ദിയുള്ളവൻ ആദ്യം നോക്കേണ്ടത് ദൈവത്തിങ്കിലേക്ക് നോക്കണം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. കാരണം സ്തോത്രം, അതെ, എൻ്റെ സഹായം, എൻ്റെ സഹായം MLAകളിൽ നിന്നല്ല വരുന്നത്, എൻ്റെ സഹായം മന്ത്രികളിൽ നിന്നല്ല വരുന്നത്, എൻ്റെ സഹായം വക്കീൽ ഓഫീസിൽ നിന്നല്ല വരുന്നത്. എൻ്റെ സഹായം, കമോൺ പീപ്പിൾ, ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിനക്കുള്ളതായ സഹായം വരുന്നത് ഭൂമിയിലൂടെ നടന്നല്ല വരുന്നത്. നിനക്കുള്ള സഹായം ആമസോണിന്റെ പാക്കറ്റിലല്ല വരുന്നത്. നിനക്കുള്ള സഹായം ഭൂമിയിൽ നിന്ന് മുളച്ചല്ല വരുന്നത്. പകരം മഞ്ഞ പൊഴിഞ്ഞതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ സഹായം വരുന്നു. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കിയാട്ടെ. ഇന്ന് പകൽ നമ്മൾ തകർന്നു പോകാത്തത് ദൈവത്തിന്റെ കൃപയാണ്. ഇത്രയും പറഞ്ഞിട്ടും ജനം ദൈവത്തെ സ്തുതിക്കുന്നില്ല. യേശു കുറവായത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആരോ എന്നെ തുറിച്ചു നോക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നന്ദിയുള്ള ഹൃദയം നിനക്കുണ്ടായിരിക്കണം. കാരണം നിന്നെക്കാൾ ഭയങ്കരമായി ചിക്കനും മട്ടനും കുട്ടനും കഴിച്ചിട്ട് കിടന്നവർ ഇന്ന് രാവിലെ കണ്ണ് തുറക്കാതിരുന്നപ്പോ നീ കണ്ണു തുറന്നത് ദൈവത്തിന്റെ കൃപയാണ്. യെസ് 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 യെസ്. നിന്നെക്കാൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നവർ കണ്ണു തുറന്നു, പക്ഷേ കയ്യോ കാലോ അനക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ നല്ല ഞായറാഴ്ച, അവസാനത്തെ ഞായറാഴ്ചയാണല്ലോ, ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞ നീ എഴുന്നേറ്റപ്പോ നിന്റെ ബോഡി ചലിക്കുകയാണ്, നിന്റെ കയ്യും കാലും ചലിക്കുകയാണ്. come on, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. വാ തുറന്ന് നീ സംസാരിച്ചപ്പോൾ നിന്റെ ശബ്ദം നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ ശബ്ദം നഷ്ടപ്പെടാതെ ദൈവം നന്ദിയുള്ള ഹൃദയം, തിരുവനന്തപുരമേ, നന്ദിയുള്ള ഹൃദയം. ഒരു കൾച്ചറൽ വാർ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിടെ ചെയ്യുന്നു. യെസ്, നന്ദിയുള്ള ഹൃദയം. സംസാരിപ്പാൻ നിനക്ക് കഴിവുണ്ട്. നന്ദിയുള്ള ഹൃദയം. എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി നീ വീണില്ല. ബാത്റൂമിൽ തലയടിച്ച് വീണിരുന്നെങ്കിൽ ആരൊക്കെയോ സ്ലിപ്പ് ചെയ്തവർ എന്നെ കേൾക്കുന്നുണ്ട്. അവിടെ കിടന്ന് ചാകുമായിരുന്നു. പക്ഷെ അവിടെ വീഴുവാൻ തക്കവണ ശത്രു തള്ളി. പക്ഷെ കഴിഞ്ഞ വർഷം മുഴുവൻ ദൈവം നിന്നെ
താങ്ങി. ദൈവം നിന്നെ താങ്ങി. ദൈവം നിന്നെ താങ്ങി. ദൈവം നിന്നെ താങ്ങി. നിന്റെ സഹായം വരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ്. സ്തോത്രം. ആരോ ഇന്ന് രാവിലെ ചായയോ കോഫിയോ നിന്നെ കുടിപ്പിച്ചതല്ല. സ്തോത്രം. നിന്നെക്കാൾ ആരോഗ്യമുള്ള ഒത്തിരി പേരെ പലരും കുടിപ്പിക്കുകയാണ്. എന്നാൽ ഹോംനെസ് നിന്നെ കുടിപ്പിച്ചില്ല. മക്കളോ കൊച്ചുമക്കളോ നിന്നെ കുടിപ്പിച്ചില്ല. കമാൺ ഹല്ലേലൂയ. ഒന്നെടുത്തോട്ടെ നിനക്ക് തന്നെ കൈപിടിച്ച് കുടിപ്പാനുള്ള ആരോഗ്യം തന്ന ദൈവത്തെ എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നന്ദിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചർച്ചിൽ പോണം. രാവിലെ എഴുന്നേറ്റ് ആരോഗ്യമുണ്ടായി. ചായ കുടിച്ച് സ്തോത്രം ബലമുണ്ട്. അലമാര തുറന്നപ്പോ ഒത്തിരി എണ്ണത്തിന് ഉടുക്കാൻ വസ്ത്രം ഇല്ല. ഇന്ന് രാവിലെ നിനക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നിനക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിങ്ക് ആണോ വേണ്ടിയത്? റെഡ് ആണോ വേണ്ടിയത്? ബ്ലൂ ആണോ വേണ്ടിയത്? ഗ്രീൻ ആണോ വേണ്ടിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്ഹാക്കിന് വേണ്ടി ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവം ഉടുക്കാൻ വസ്ത്രം നൽകി, കഴിക്കാൻ ആഹാരം നൽകി, ശരീരത്തിന് ബലം നൽകിയെങ്കിൽ എൻ്റെ സഹായം ദൈവത്തിൻ്റെ സന്നിധികളിൽ നിന്ന് വരുന്ന വസ്ത്രമെടുത്തു വെച്ച് നിന്നെക്കാൾ ആരോഗ്യമുള്ളവരെ ആരൊക്കെ ഉടുപ്പിക്കുകയാണ്. കാരണം അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൈ വഴങ്ങുന്നില്ല, അവർക്ക് കാല് വഴങ്ങുന്നില്ല, അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവമേ, ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ച ആരോ നിന്നെ ഉടുപ്പിച്ചതല്ല. ആരും നിന്നെ നഗ്നത കാണാതെ ഗ്ലോറി നിനക്ക് ഉടുക്കുവാൻ ദൈവം ബലം നൽകുകയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ദൈവത്തോട് ഒരു ദൈവമുണ്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടില്ല. ഒരു ദൈവമുണ്ട്. ആ വാക്യം വായിച്ചപ്പോ സ്തോത്രം എനിക്ക് മനസ്സിലായത് ദൈവം ഒരിക്കലും അയ്യോ സുരേഷ് ഇപ്പോ ഇത് എമർജൻസി ആയിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ദൈവം പറയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല. എമർജൻസി ആയിട്ട് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ സുരേഷേ എന്ന് ദൈവം പറയത്തില്ല. ദൈവത്തിന് എമർജൻസി ഇല്ല. നമുക്കാണ് എമർജൻസി. നമുക്കാണ് വെപ്രാളം. അയ്യോ നടന്നില്ലല്ലോ, കിട്ടിയില്ലല്ലോ, ലഭിച്ചില്ലല്ലോ, ഈ വർഷം പോയല്ലോ, അവസാനിച്ചല്ലോ. നമുക്കാണ് ത്രിപുര താളത്തിൽ നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ വാച്ച് നോക്കിയല്ല, നിന്റെ കലണ്ടർ നോക്കിയല്ല, പകരം സകലതും തക്ക സമയത്ത് ഞാൻ നിനക്കായി കരുതുന്നുണ്ട്. in Jesus name. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കീഴിൽ കണ്ണ് തുറന്നല്ലോ, ആരോഗ്യമുണ്ടല്ലോ, ട്യൂബല്ലല്ലോ. രാവിലെ മധുരം മനസ്സിലാക്കി നാക്കിലൂടെ വായിലൂടെ കുടിക്കാൻ ദൈവം ആരോഗ്യം തന്നല്ലോ. വസ്ത്രം എടുത്തല്ലോ, എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ അപ്പനും അമ്മയും മക്കളുമായി താങ്ക്സ് ഗിവിംഗ് സൺഡേ എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ അപ്പനും അമ്മയും മക്കളുമായി ഈ വർഷത്തിന്റെ ആരംഭം കണ്ടവർ അവിടെ ആൽഫ മാത്രമല്ല. കമോൺ, ആരോടാ ഞാൻ പറയുന്നത്? അവിടെ ആൽഫ മാത്രമല്ല, അവിടെ തന്റെ ജീവിതത്തിന്റെ ഓമേഗയുമാണ്. നീ ഒത്തിരി നല്ലവനാണ്. നീ ഒത്തിരി നന്നവനാണ്.
ഓ ഹല്ലേലൂയ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. റിയലി വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ. എത്ര പേർ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് നിൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. നന്ദിയുള്ളവൻ ആദ്യം ദൈവത്തിങ്കലേക്ക് ലുക്കിംഗ് അപ്വേർഡ്. നമ്പർ 2, രണ്ടാമത് സ്തോത്രം. അതിന്റെ 7-ാം വാക്യം പറയുന്നു. 7-ാം വാക്യം ഫിലിപ്പിയർ 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുക. രണ്ടാമത്തെ നോട്ടം സ്തോത്രം. ലുക്കിംഗ് അറൗണ്ട്, ലുക്കിംഗ് അപ്വേർഡ്. ഒന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികളുണ്ടായിരിക്കാം, ഒത്തിരി ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ടായിരിക്കാം, ഒത്തിരി ആകുലതകളുണ്ടായിരിക്കാം. പക്ഷേ രണ്ടാമതായി ചുറ്റും നോക്കുമ്പോൾ നിൻ്റെ ഹൃദയം സമാധാനത്തിൽ നിറയട്ടെ. ഞാൻ ഇന്ന് പകൽ ചുറ്റും നോക്കി. ഞാൻ ആ മോളെ നോക്കി, ഈ ആൻറ്റിയെ നോക്കി, ആ സഹോദരിയെ നോക്കി, ആ കുടുംബത്തെ നോക്കി, ആ സഹോദരന്മാരെ നോക്കി, ആ അങ്കിൾമാരെ നോക്കി, ആ ദൈവദാസന്മാരെ ദൈവദാസിമാരെ നോക്കി, ആ ദൈവമക്കളെ നോക്കി. എല്ലാവരും നോക്കുമ്പോൾ ഞാൻ കണ്ടത് കർത്താവിൻ്റെ ജയമാണ് ഞാൻ കണ്ടത്. ആണോ നിന്റെ ലൈഫ് ഞാൻ കാണുമ്പോൾ, നിന്നെ കാണുമ്പോൾ ഞാൻ കാണുന്നത് ദേണ്ട യേശു ജയിച്ചു നടക്കുന്നു. ദേണ്ട യേശു ജയിച്ചു നടക്കുന്നു. ദേണ്ട യേശു ജയിച്ചു നടക്കുന്നു. യേശു ജയിച്ചു നടക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ദേണ്ട പിശാച് തോറ്റു പോയിരിക്കുന്നു. നിന്റെ ലൈഫ് 2 കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഒന്ന് യേശുവിന്റെ ജയം, രണ്ടാമത് സാത്താന്റെ തോൽവി. നീ ജയിച്ചതല്ല. നീ ഈ ഗെയിമിൽ തോൽക്കുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോ കോഹ്ലിയല്ല ഇറങ്ങിയത്, ധോണിയല്ല ഇറങ്ങിയത്, ടെണ്ടുൽക്കർ അല്ല ഇറങ്ങിയത്, മെസ്സി അല്ല ഇറങ്ങിയത്, നെയ്മർ അല്ല ഇറങ്ങിയത്. The champion of Calvary. The champion of Calvary. കാൽവരിയിലെ ചാമ്പ്യൻ, യഹൂദ ഗോത്രത്തിലെ സിംഹം. നിന്റെ ശത്രുക്കളെ ഓടിക്കുവാൻ, ആ കുറുക്കൻ പടകളെ ഓടിക്കുവാൻ യഹൂദ ഗോത്രത്തിലെ സിംഹം അവൻ ഗർജിച്ചു. ദൈവം ഗർജിച്ചാൽ, സിംഹം ഗർജിച്ചാൽ, കമാൻ കരങ്ങൾ അടിക്കുന്നവർ കരങ്ങൾ അടിക്കും. സിംഹം ഗർജിച്ചാൽ, സിംഹം ഗർജിച്ചാൽ തിരുവനന്തപുരത്തിന്റെ കാട് നടുങ്ങാതിരിക്കുമോ? നിങ്ങൾ എവിടെ വെച്ചാ കേൾക്കുന്നത്? ഇത് പകരം നിങ്ങൾ ഏത് സിറ്റിയിൽ, ഏത് രാജ്യത്താ കേൾക്കുന്നത്? യേശു നിനക്ക് വേണ്ടി ഗർജിക്കുന്നു. In Jesus' name. In Jesus' name. Hallelujah. Hallelujah.
നീ തോൽക്കത്തില്ല ദൈവപൈതലേ. നീ ജീവിതത്തിൽ തോൽക്കത്തില്ല. ലൈഫിൽ നിനക്ക് തോൽവി ഇല്ല. ചുറ്റും നോക്കുമ്പോൾ നീ കാണുന്നത് ജയമാണെങ്കിൽ, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം, ഒരിക്കൽ കൂടെ, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം വ്യക്തിയായി കുടുംബമായി നിൽക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത ദൈവം, ദിസ് ഈസ് പ്രൊഫറ്റിക്, അവർക്ക് വേണ്ടി കരുതിയ കർത്താവ്, അവർക്ക് വേണ്ടി വാതിൽ തുറന്ന ദൈവം, അറിയാത്ത വഴിയും വാതിലും അവർക്ക് വേണ്ടി ഒരുക്കിയ ദൈവം അടുത്ത നിന്നിലേക്ക് തന്റെ കരുതൽ വെളിപ്പെടുത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ചുറ്റും നോക്കി പറഞ്ഞാട്ടെ, അടുത്ത ഞാനാണ്, അടുത്ത ഞാനാണ്. രണ്ടുപേരെ തൊട്ട് പറ, അടുത്ത എൻ്റെ ചാൻസ് ആണ്. പറഞ്ഞാട്ടെ, അടുത്ത എൻ്റെ ചാൻസ് ആണ്, അടുത്ത എൻ്റെ ചാൻസ് ആണ്. ചുറ്റും നിൽക്കുന്നവർക്ക് പറവാൻ ഒരു സാക്ഷിയുണ്ടല്ലേ? യേശുവിൻ്റെ നാമത്തിൽ ഫാദർ ഹാർട്ടിൽ ഇന്ന് പകൽക്കാലം നിന്ന് ദൈവകൃപയാൽ അത് റിലീസ് ചെയ്ത് പറയട്ടെ. അവർക്ക് പറവാൻ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. ആരും പറയാത്ത ഒരു സാക്ഷ്യം, ആരും പറയാത്ത ഒരു സാക്ഷ്യം, ആരും പറയാത്ത ഒരു സാക്ഷ്യം നിനക്കും പറവാനുണ്ടായിരിക്കും. യെസ് 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 100% ഗ്യാരണ്ടിയാ ഞാൻ പറയുന്നു. നിന്റെ സാക്ഷ്യത്തിന് കോപ്പി റൈറ്റ് ഇല്ല. പിടികിട്ടിയില്ല. നിന്റെ സാക്ഷ്യത്തിന് കോപ്പി റൈറ്റ് ഇല്ല. മീനിങ് ആർക്കും അത് മോഷ്ടിക്കാൻ കഴിയത്തില്ല. ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ഒരു വീട്ടിൽ നടക്കാത്ത, ഒരു സഭയിൽ സംഭവിച്ചിട്ടില്ലാത്ത ഡിഫറെന്റ് റൂട്ടിലൂടെ, ഡിഫറെന്റ് ഹൈവേയിലൂടെ അവൻ നിന്നെ കൊണ്ടുപോകുന്നു. അവർക്ക് ചെയ്ത ദൈവം, അവരെ നിർത്തിയ ദൈവം, അവരെ പരിപാലിച്ച ദൈവം നിന്നെയും നിർത്തുന്നു. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്ക്. ഞാൻ നിർത്തി. ലുക്കിംഗ് അപ്വേർഡ് ആൻഡ് ലുക്കിംഗ് അറൗണ്ട്. ഉയരങ്ങളിലേക്ക് നോക്ക്, ചുറ്റും നോക്ക്. ഉയരങ്ങളിലേക്ക് നോക്കി നന്ദി പറ, ചുറ്റും നോക്കി നന്ദി പറ. ഓ കമാൻ, തിരുവനന്തപുരക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉയരങ്ങളിലേക്ക് നോക്കി നന്ദി പറ, ചുറ്റും നോക്കി അസൂയപ്പെട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഉയരങ്ങളിലേക്ക് നോക്കി നന്ദി പറ, ചുറ്റും നോക്കി നെടുവീർപ്പിട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഉയരങ്ങളിലേക്ക് നോക്കി നന്ദി പറ, ചുറ്റും നിൽക്കുന്നവരെ വിടുതൽ കണ്ടിട്ട് അതുപോലെ വന്ന് എനിക്കും എന്റെ മക്കൾക്കും എന്റെ സഭയ്ക്കും നന്ദി 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 നന്ദി. മക്കളെല്ലാം വാതുറക്ക്. 2 മിനിറ്റ് 120 സെക്കൻഡ് കരങ്ങൾ അടിച്ച് വായി തുറന്ന നന്ദി പറ. യെസ് 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 യെസ്. യെസ്. ഉയരങ്ങളിലേക്ക് നോക്കുമ്പോ, ചുറ്റും നോക്കുമ്പോ, അവസാനമായി പൗലോസ് പറയുന്നു, ഈ ശുശ്രൂഷയുടെ അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നീ ഉയരത്തിലേക്ക് മാത്രമല്ല, ചുറ്റും മാത്രമല്ല നോക്കേണ്ടത്, ലുക്കിംഗ് ഫോർവേഡ്. 8ാം വാക്യം, ലുക്കിംഗ് ഫോർവേഡ്. സ്തോത്രം. മുന്നിലേക്ക് നോക്ക്. ഒരു 5 പേരെ തൊട്ട് പറ, മുന്നിലേക്ക് നോക്കിയാണ്. സഹോദരന്മാരോടും സഹോദരിമാരോടും പറ, മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക് നോക്ക്. ഒടുവിൽ സഹോദരന്മാരെ, ഒടുവിൽ സഹോദരിമാരെ, ഒടുവിൽ കുഞ്ഞുങ്ങളെ,
What will Sunday school teachers say? What will youth leaders say? What will associate ministers say? What will എൻ്റെ staff? What will സഹോദരന്മാരെ 2025 നോക്കുമ്പോൾ, oh come on, what will സഹോദരന്മാരെ 2025 come on, തല ഉയർത്തി പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഓടുവിൽ സഹോദരന്മാരെ, 31 ഇന്നേ ഹൈവേയുടെ പണി ആരംഭിച്ചിരിക്കുന്നു. ഇന്നേ ദൂതന്മാർ ചലിക്കുകയാണ്. ഇന്നേ വാതിലുകൾ തുറക്കുകയാണ്. ഇന്നേ നിന്റെ പാതകൾ പുഷ്ടി പൊരിക്കുകയാണ്. ശബ്ദമുയർത്തി ശക്തിയോട് അടുത്ത വർഷം ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്. ഓടിവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവേൻ. ആരെങ്കിലും ആമേൻ പറഞ്ഞിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. ഞാൻ വന്ന രാജസ്ഥാനിൽ നിന്ന്. അവിടെ ജനം മിണ്ടാതിരിക്കത്തില്ല. അവിടുത്തെ ജനത്തിന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. സോ ആ ട്രെൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഹെൽപ്പ് മീ പ്രീച്ചിങ് സംബാഡി. കം ഓൺ. ഓടിവിൽ സഹോദരന്മാരെ, ആരെങ്കിലും ആമേൻ പറയുമെന്നാ ഞാൻ വിചാരിച്ചേ. ഓടിവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ശവപ്പെട്ടി അല്ല നീ ചിന്തിക്കേണ്ടത്. ആക്സിഡന്റ് അല്ല നീ ചിന്തിക്കുന്നത്. ഓപ്പറേഷൻ അല്ല നീ ചിന്തിക്കുന്നത്. വെന്റിലേറ്റർ അല്ല നീ ചിന്തിക്കുന്നത്. ശത്രുവിന്റെ ആക്രമണമല്ല നീ ചിന്തിക്കുന്നത്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ഓ ഖമർ ഖമർ ഖമർ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നന്ദിയോടെ നന്ദിയോടെ എഴുന്നേറ്റ് നിന്ന് നന്ദിയോടെ ഭാവിയെ കുറിച്ച് ഓടുവിൽ സഹോദരന്മാരെ ചിന്തിച്ചോടെ. When you are looking forward, സ്തോത്രം, when you are looking forward, നീ മുന്നിലേക്ക് നോക്കുമ്പോ സ്തോത്രം, ഒരു 5 പേരെ തന്നെ ഒരിക്കൽ കൂടെ തോട്ട് അവൻ്റെ കണ്ണുകളിലേക്ക്, ഉണ്ട കണ്ണിലേക്ക് തുറച്ചു നോക്കി സഹോദരന്മാരോട് ചോദിക്കേ, നിനക്ക് കാണാൻ പറ്റുന്നോ എന്ന് ചോദിക്കേ. കാണാൻ പറ്റുന്നോ ചോദിക്കേ. ജിസനന്ദിയെ കാണാൻ പറ്റുന്നോ? കന്നടക്കാരൻ ജിസനന്ദിയെ കാണാൻ പറ്റുന്നോ? കാണാൻ പറ്റുന്നോ? അടുത്ത നാളുകൾ കാണാൻ പറ്റുന്നോ? മേലേക്ക് നോക്കുമ്പോ ദൈവം, ചുറ്റും നോക്കുമ്പോ ദൈവ പ്രവൃത്തി, മേലേക്ക് നോക്കുമ്പോ ദൈവം എന്റെ സഹായം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. മേലെ നോക്കുന്ന ദൈവം, ചുറ്റും നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി. മുന്നിലേക്ക് നോക്കുമ്പോ സത്യമായത് ആരെല്ലാം പറയുന്നു വിചാരിച്ചു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്, ഇത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. എല്ലാവർക്കും മൈക്ക് കൊടുക്ക, മൈക്കിലൂടെ വിളിച്ചു പറ. ഇത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇതാണ് നിന്റെ 2025.
ഇതാണ് നിന്റെ 2025. ഇതിനെ ഇളക്കാൻ ഒരു ഭൂതത്തിന് കഴിയത്തില്ല. ആകാശവും ഭൂമിയും മാറും, ഈ വചനം മാറത്തില്ല. ആകാശം ഭൂമി മാറും, ഈ വചനം മാറത്തില്ല. പുല്ലുണങ്ങും, പൂവാടും, ഈ വചനമോ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കും. നോ, ഈ ജനം കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പുല്ലുണങ്ങും, പൂവാടും, എന്നാൽ ഈ വചനമോ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കും. ഓ, ആകാശവും ഭൂമിയും മാറും, പക്ഷെ ഈ വചനം നിന്നിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകത്തില്ല.